പൊതുവായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മുസ്ലിമായ എല്ലാവരുടെയും പിറകിൽ നിസ്കരിക്കാം എന്നതാണ് മൊത്തത്തിലുള്ള നിയമം. ഒരാൾ മുസ്ലിമാണ് എങ്കിൽ അവൻ്റെ പിറകിൽ നമുക്ക് നിസ്കരിക്കാം, അതാണ് പൊതുവായ ധാരണ. എന്നാൽ ഒരു ഇമാമ നിൽക്കുന്ന വ്യക്തി നേർക്കുനേരെ അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്, ശിർക്കിന്റെ വക്താവാണ്, അതിന് പ്രചാരകനാണ്, അതിലേക്ക് ആളെ കൂട്ടുന്ന ആളാണ്, അതാണ് ശരിയെന്ന് വാദിക്കുന്ന ആളാണ് എങ്കിൽ അത്തരം ആളുകളെ പിറകിൽ നമുക്ക് ഏതായാലും നിസ്കരിക്കാൻ പറ്റുകയില്ല. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ശരി, സമസ്തയായോ മുജാഹിദായോ എന്നതിനപ്പുറത്ത് ഒരാളുടെ വിശ്വാസം വ്യക്തമായിട്ടതാണ് എങ്കിൽ നമുക്കവിടെ അയാളെ പിറകിൽ നിസ്കരിക്കാൻ പറ്റൂല. എന്നാൽ പള്ളികളിൽ ഇമാമായി നിശ്ചയിക്കേണ്ടത് തൗഹീദുള്ള തഖ്വയുള്ള റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശരിയായ വിശ്വാസമുള്ള ആളുകളെയാണ് ഇമാമായി നിശ്ചയിക്കേണ്ടത് എന്ന ബാധ്യത മഹല്ല് ഭാരവാഹികൾക്കുണ്ട്. എന്നാൽ പള്ളികളിൽ ഇമാമായി നിശ്ചയിക്കേണ്ടത് തൗഹീദുള്ള തഖ്വയുള്ള റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശരിയായ വിശ്വാസമുള്ള ആളുകളെയാണ് ഇമാമായി നിശ്ചയിക്കേണ്ടത് എന്ന ബാധ്യത മഹല്ല് ഭാരവാഹികൾക്കുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന മുഴുവൻ പള്ളികളിലും റബീഉൽ അവ്വൽ മാസത്തിൽ മങ്കൂസ് മൗലൂദ് ചെല്ലുന്ന പള്ളികളാണ്. അതായത് ഇപ്പോൾ ഉസ്താദ് നേരത്തെ ഫസ്റ്റ് തന്നെ 10 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തേത് മാല മൗലൂദിന്റെ 313 ഏടുകൾ എടുത്തിട്ടാണ് പറഞ്ഞത്. അതിൽ ഇർത്തഖബതു അൽ ഖദാ ഖൈറാസിൻ വാഹിദാത്ത് എന്നുള്ള ബൈത്ത് എല്ലാ മുസ്ലിയാക്കന്മാരും, ഞാൻ സാധാരണ കുറിച്ച് ചോദിക്കുന്നില്ല, മുസ്ലിയാക്കന്മാരും മുഴുവൻ ചെല്ലുന്നതാണ്. അത് ഷിർക്കാണ് എന്ന് സമാൻ അന്ന് മുതലേ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെ നമുക്ക് വ്യക്തമായി അറിയുന്ന പള്ളികളാണ് മുഴുവനുള്ളത്. നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം പള്ളികളും അങ്ങനെ തന്നെയാണ്, അതിലും സംശയമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ പള്ളി ഉണ്ടാക്കുന്നത്? ഈ പള്ളിയിൽ പോയി നമസ്കരിക്കാതെ 2-3 പള്ളിയും കണ്ടാണ് ഈ ഞാനടക്കമുള്ള ആൾക്കാർ സെൽഫി പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നു. ഇനി അതുപോലെയുള്ള ഉസ്താദക്കന്മാർ തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമാണെങ്കിൽ നമുക്ക് ഇത്ര ദൂരെ വന്ന് സെൽഫി പള്ളിയിലുള്ള അഹ്ലി ഹദീസിന്റെ ഇമാമിനെയോ അല്ലെങ്കിൽ സലഫി ആദർശ ഇമാമിനെയോ തുറന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്തുള്ള 2-3 പള്ളിയുടെ അവിടെ നിസ്കരിച്ചാൽ മതി. അപ്പൊ ഇർത്തഖബത്ത് ചെല്ലാത്ത പള്ളികളില്ല. എല്ലാ APEK ഏത് പള്ളിയിൽ ചെല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം വ്യക്തമായി മങ്കൂസ് മൗലൂദ് കേൾക്കുന്ന പള്ളികളിൽ ഒരു ഉസ്താദ്മാരെയും തുറന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാ നമ്മുടെ മുഴുവൻ സലഫി ആദർശ ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വരും. ഞാനൊക്കെ കാണുന്നുണ്ട് സലഫി ആദർശം ഉണ്ടായിട്ടും പിന്നെയും ഈ കുബൂരികളെ പിന്നിൽ പോയി തുറന്ന് നിസ്കരിക്കുന്ന അവസ്ഥ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒന്ന് വിശദമാക്കി തന്നെ അൽഹംദുലില്ലാ റാഹത്താവും. അഹ്ലുസുന്നയുടെ പൊതുവായ നയം ഇമാം ത്വഹാബി റഹിമഹുല്ലാഹ് ഖൈത്ത് ത്വഹാബിയിൽ പറഞ്ഞു, വനറ സ്വലാത്ത ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ, എല്ലാ നല്ലവന്റെയും എല്ലാ തെമ്മാടിയുടെയും പിറകിൽ നിസ്കരിക്കാമെന്നാണ് നമ്മുടെ വിശ്വാസം. അതാണ് പൊതുവായ നയം. ഒരാൾ മുസ്ലിമാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ, പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിക്കുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും അയാൾക്കുണ്ട്, മുസ്ലിമീങ്ങൾക്കുള്ള എല്ലാ ബാധ്യതകളും അയാൾക്കുമുണ്ട്. അതാണ് അഹ്ലുസുന്നയുടെ പൊതുവായ നയം. അത് അഖീദ കിതാബുകളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇമാം ത്വഹാബിയുടെ അഖീദ ത്വഹാബിയ മുതൽ ഏതാണ്ട് ഒട്ടുമിക്ക അഖീദ ഗ്രന്ഥങ്ങളിലും നമ്മുടെ നിലപാട്, അഹ്ലുസുന്നയുടെ നിലപാട് ഇത് പറഞ്ഞുകൊണ്ട് അവർ പഠിപ്പിച്ച ഒന്നാണ് വനറ സ്വലാത്ത ഖൽഫ കുല്ലി ബർരിൻ വഫാജിർ. മാത്രവുമല്ല, ഏതൊരു മുസ്ലിം മരിച്ചാലും അയാളെ മയ്യത്ത് കുളിപ്പിക്കണം, അയാളെ മയ്യത്ത് കഫൻ ചെയ്യണം, അയാളെ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണം, അയാളെ മറമാടണം, മുസ്ലിമീങ്ങൾ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണം, അയാൾ അടുത്താൽ ഭക്ഷിക്കാം, അയാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് അവകാശം എടുക്കാം, അയാൾക്ക് അവകാശം അങ്ങോട്ട് കൊടുക്കാം. ഇതിലൊന്നും വ്യത്യാസമില്ല. എന്നാൽ ഒരാൾ പ്രത്യക്ഷത്തിൽ ശിർക്ക് ചെയ്യുന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ പിറകിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുകയില്ല, സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം പള്ളികളും അങ്ങനെ തന്നെയാണ്, അതിലും സംശയമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ പള്ളി ഉണ്ടാക്കുന്നത്? അവിടെയൊക്കെ പോയി നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല എന്നാണെങ്കിൽ പിന്നെ വേറെ പള്ളി ഉണ്ടാക്കൽ അത് ഫിത്നയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ പള്ളി ഉണ്ടാക്കുന്നത്? അവിടെയൊക്കെ പോയി നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല എന്നാണെങ്കിൽ പിന്നെ വേറെ പള്ളി ഉണ്ടാക്കൽ അത് ഫിത്നയാണല്ലോ. അപ്പൊ സലഫി പള്ളി എന്ന് നമ്മൾ പള്ളി ഉണ്ടാക്കുകയും സലഫി പള്ളി ബോർഡ് വെക്കുകയും നമ്മളൊക്കെ 3, 4, 5, 6 പള്ളികളെ കടന്നിട്ടാണ് ഞങ്ങളൊക്കെ സലഫി പള്ളിക്ക് പോകുന്നത്. അതെന്തിനാണ്? തൗഹീദുള്ള ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കണം എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ്. തൗഹീദുള്ള, സുന്നത്തുള്ള, ദീനുള്ള, തഖ്വയുള്ള ആളുകളെ പിറകിൽ തന്നെ നിസ്കരിക്കണം. കാരണം CM ഒരു ലോകമൊത്ര നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ ഇനിയിപ്പോ എന്താ അയാളെ ബാക്കിൽ എങ്ങനെ ഞാൻ നിസ്കരിക്കാം? അത് തന്നെയാണ് നിലപാട്, അത് സംശയമൊന്നുമില്ല. അത് അഹ്ലുസുന്ന അഖീദ കിതാബിൽ എല്ലാ സ്ഥലത്തും പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പൊതുവായി സ്ഥലത്ത് പള്ളി ഉണ്ടായിട്ട് പോലും നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ആ മസ്അല നിസ്കാരത്തിന് മാത്രമാവില്ല ഉണ്ടാവുക, എല്ലാത്തിനും ഉണ്ടാവും.
നിസ്കാരത്തിന് മാത്രമായിട്ട് ഒരു ഹുക്കുമില്ല. അപ്പൊ സ്വാഭാവികമായും അനന്തരാവകാശ നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, മരിച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെയൊക്കെ സ്വാഭാവികമായും അതുണ്ടാവും. നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം മഹല്ലുകളും ഇത്തരം ശിർക്കും ഖുറാഫാത്തുമുള്ള ആളുകൾ കൈയടക്കി വെച്ചു. അവരെ കയ്യിലായിപ്പോയി. പിന്നെ മാനേജ്മെന്റ് അവരായി, ഇമാം അവരാണ് നിശ്ചയിക്കുന്നത്, അവരാണ് ഖുത്ബ നിർവഹിക്കുന്നത്. പിന്നെ അവിടെ പോയി ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാവേണ്ടതില്ല എന്ന നിലയ്ക്ക് നമ്മൾ വേറെ പള്ളി നിർമ്മിച്ചു. ആ പള്ളിക്ക് സലഫി മസ്ജിദ് ബോർഡ് വെച്ചു, തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ശരി. മാക്സിമം എങ്ങനെയൊക്കെ നമുക്ക് സലഫി മസ്ജിദ് നാട്ടിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ സലഫി മസ്ജിദ് ഉണ്ടാകണം. ആ സലഫി മസ്ജിദിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയും.